പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂലൈ മാസം 31 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. അതിനായിട്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ അമേൻ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കരങ്ങളെ ഉയർത്തി കർത്താവിനോട് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ ജയത്തോടെ നടത്തുന്നതിനായിട്ട്, അത്ഭുതകരമായി നടത്തുന്നതിനായിട്ട്, അതിശയമായി നടത്തുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒരിക്കലൂടെ കരങ്ങൾ ഉയർത്തി പറ, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. 107 സങ്കീർത്തനം പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ കർത്താവിൻ്റെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. 31 വാക്യം പറയുന്നു, അവർ യഹോവയെ കർത്താവിൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. അവർ ജനത്തിൻ്റെ സഭയിൽ കർത്താവിനെ പുകഴ്ത്തുകയും മൂപ്പന്മാരുടെ സംഘത്തിൽ കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി ഈ പ്രഭാതത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അപ്പോൾ ഇന്ന് ദൈവികമായ അത്ഭുതം അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർ സൗഖ്യമാണ്. വയറിനകത്ത് അൾസർ വന്ന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ, ഭയങ്കര അസിഡിറ്റിയാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, കർത്താവേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് സൗഖ്യമാകട്ടെ. എല്ലാ അസിഡിറ്റിയുടെ പ്രശ്നങ്ങളും അത് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന എല്ലാ തരത്തിലുള്ള കോംപ്ലിക്കേഷൻസും യേശുവിൻ്റെ നാമത്തിൽ മാറി തൻ്റെ കുഞ്ഞുങ്ങൾ സ്വസ്ഥരായി തീരട്ടെ. ദൈവിക അത്ഭുതം തന്നെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. ആമേൻ. വയറിനകത്തുള്ള അസ്വസ്ഥതകൾ മാറിയതിന് കർത്താവിന് നന്ദി പറയുന്നു. വയറിനകത്തുള്ള അസ്വസ്ഥതകൾ മാറിയതിന് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങൾ കണ്ണിൻ്റെ കാഴ്ചയോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുക. ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളുടെ പ്രായമുള്ളവരുടെ കണ്ണിൻ്റെ കാഴ്ച മടങ്ങി വരട്ടെ. ആമേൻ. അത് കണ്ണിനകത്തുള്ള ഇൻഫെക്ഷനുകൾ സൗഖ്യമാകട്ടെ. കണ്ണിനകത്തുള്ള എല്ലാ തരത്തിലുള്ള ഇൻഫെക്ഷനുകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പൂർണ്ണമായി. ആമേൻ. കണ്ണിനകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ആ കണ്ണിനകത്തുള്ള അസ്വസ്ഥതകൾ പരിപൂർണമായി മാറി കാഴ്ച പൂർണ്ണമായി മടങ്ങി വരട്ടെ. ആ ഇറിറ്റേഷൻസ് കംപ്ലീറ്റ്ലി മാറട്ടെ. ദൈവിക അത്ഭുതം നടന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവേ, ഈ പ്രഭാതം ഞങ്ങൾ വീണ്ടും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് കുടുംബത്തിനകത്ത് സമാധാനമില്ലാതെ, ഐക്യതയില്ലാതെ, ആമേൻ, സഹോദരങ്ങൾ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കുന്ന കുടുംബങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ഇന്ന് ദൈവീക സമാധാനം എല്ലാ കുടുംബങ്ങൾക്കകത്തും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ആമേൻ യേശുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. ആമേൻ. അത്ഭുതം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ഫ്രൈഡേയിൽ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സഭായോഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ഗ്ലോറി മിഡിൽ ഈസ്റ്റിൽ മാനിഫെസ്റ്റ് ചെയ്യുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ സഭായോഗത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യുന്നതിന് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നമ്മുടെ ഇന്ത്യൻ സമയം രാവിലെ 8 മണിയോടുകൂടെ നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും അതിൽ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. 145 സങ്കീർത്തനം അതിൻ്റെ 8-9 വാക്യങ്ങളാണ്. അവിടെ പറയുന്നത്, യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ. യഹോവ എല്ലാവർക്കും നല്ലവൻ. തൻ്റെ സകല പ്രവൃത്തികളോടും അവനെ കരുണ തോന്നുന്നു. തൻ്റെ സകല പ്രവൃത്തികളോടും അവനെ കരുണ തോന്നുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് കർത്താവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ്. ദൈവിക സ്വഭാവം. ആമേൻ. ദൈവത്തിൻ്റെ സ്വഭാവം തിരിച്ചറിയുക എങ്കിൽ നമുക്ക് ദൈവിക അനുഗ്രഹങ്ങളുടെ വാതിൽ തുറക്കപ്പെടുകയും കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുവാനും കർത്താവിനോട് കൂടുതൽ ചേർന്ന് നടക്കുവാനും ഒക്കെ സാധിക്കും. ആമേൻ. ഒരാളുമായി അടുത്ത ബന്ധത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ആദ്യം ആ വ്യക്തിയുടെ സ്വഭാവം അറിയണം. അതുപോലെ ദൈവത്തെക്കുറിച്ച്
ശരിയായ തിരിച്ചറിവ് ലഭിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ശക്തമാകും, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് കുറച്ചുകൂടെ ധൈര്യം ലഭിക്കും, ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഇതെല്ലാം എപ്പോഴാണ് സംഭവിക്കുന്നത്? ആമേൻ, ഒരു വ്യക്തിയെ നമ്മൾ തിരിച്ചറിയുമ്പോൾ. ദാവീദ് ഇവിടെ ദൈവത്തിൻ്റെ ചില അത്ഭുതകരമായ സ്വഭാവങ്ങളെയാണ് വെളിപ്പെടുത്തുന്നത്. ഒന്ന്, നമ്മുടെ ദൈവം കൃപയുള്ളവനാണ്. കരം ഉയർത്തി പറഞ്ഞ്, എൻ്റെ ദൈവം കൃപയുള്ളവൻ, എൻ്റെ അപ്പ കൃപയുള്ളവന്. നാം അർഹിക്കാത്ത അനുഗ്രഹങ്ങൾ പോലും കർത്താവ് കൃപയാൽ നമുക്ക് നൽകുന്നു, നമ്മുടെ യോഗ്യതയാലല്ല. അവൻ്റെ കൃപയാണ് നമ്മെ നിലനിർത്തുന്നത്. സ്തോത്രം. ഇന്നും ഞാനും നിങ്ങളും നിൽക്കുന്നത് നമ്മുടെ ശക്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ. അപ്പം ദൈവം ഒന്ന്, മഹാകൃപയുള്ള ദൈവം. രണ്ട്, നമ്മൾ കർത്താവ് കരുണയുള്ളവനാണ്. നമ്മുടെ പരാജയങ്ങളും ബലഹീനതകളും കണ്ടിട്ട് നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല നമ്മുടെ അപ്പൻ. ഒരു പിതാവ് ഈ ഭൂമിയിലെ പിതാവിന് മകനോട് കരുണ തോന്നി അവനെ ചേർത്തു പിടിക്കുന്നത് പോലെ നമ്മുടെ സ്വർഗീയ പിതാവിന് നമ്മളോട് കരുണ തോന്നുകയും നമ്മളെ സ്വീകരിക്കുകയും നമ്മളെ ചേർത്ത് പിടിക്കുകയും ചെയ്യും. അതാണ് നമുക്ക് ലൂക്കോസിന് സുവിശേഷത്തിൽ കാണുന്ന ആ വീട് വിട്ടിറങ്ങിപ്പോയ ആ മകൻ, ഇളയ മകൻ വീട്ടിലെ എല്ലാം എടുത്തുകൊണ്ട്, വീട്ടിൽ അവൻ്റെ ഓഹരി എടുത്തുകൊണ്ട് പോയി എല്ലാം നശിപ്പിച്ചു മടങ്ങി വരുമ്പോഴും ആ അപ്പൻ മകനെ എന്തു ചെയ്യുക? ചേർത്ത് പിടിക്കുക. അതാണ് കരുണയെന്ന് പറയുന്നത്. ഇന്ന് പ്രഭാതി പ്രിയപ്പെട്ടവരെ, നമ്മുടെ അപ്പ അവൻ കൃപയുള്ളവനാകുന്നു. നമ്മുടെ അപ്പ എങ്ങനെയുള്ളവനാകുന്നു? കരുണയുള്ളവനാകുന്നു. അവൻ കോപിക്കുവാൻ താമസമുള്ളവനാണ്. ആമേൻ, ഹല്ലേലൂയ. അവൻ കോപിക്കുവാൻ താമസിക്കുന്നു. നമ്മുടെ ഒരപ്പൻ എങ്ങനെ മക്കളെ ശിക്ഷിക്കുന്നു, അതുപോലെ കർത്താവ് നമ്മളെ ശിക്ഷിക്കത്തുള്ളൂ. ബാലശിക്ഷയാണ് നൽകുന്നത്. നമ്മളെ അടിച്ച് കൊല്ലുന്ന അപ്പന്മാർ ഈ ഭൂമിയിലുണ്ടോ? വളരെ വിരളമാണ്. ആമേൻ. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുമ്പോൾ എങ്ങനെയാണ് ശിക്ഷിക്കുന്നത്? നമ്മളത് മനസ്സിലാക്കി കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എന്നാൽ തെറ്റുകളെ മനസ്സിലാക്കാനാണ് ശിക്ഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഹല്ലേലൂയ. ആമേൻ. നമ്മൾക്ക് എന്നേക്കുമായിട്ടൊരു വേദന തരുവാനോ അല്ല കർത്താവ് നമ്മളെ ശിക്ഷിക്കുന്നത്. പിന്നെയോ ആമേൻ, നമ്മളെ കറക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അടുത്തത്, കർത്താവ് മഹാദയുള്ളവനാണ്. കാരണം ഉയർത്തി പറ, എൻ്റെ കർത്താവ് മഹാദയുള്ളവനാണ്. എൻ്റെ കർത്താവ് മഹാദയ ഉള്ളവനാണ്. ആമേൻ. ദൈവത്തിൻ്റെ ദയയ്ക്ക് യാതൊരു അതിരുകളുമില്ല. നമ്മുടെ ആവശ്യങ്ങളെക്കാൾ വലിയതാണ് നമ്മുടെ കർത്താവിൻ്റെ ദയ. നാം ചോദിക്കുന്നതിനും നിരൂപിക്കുന്നതിനും അതീതമായി അനുഗ്രഹിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ മക്കൾ കുറവിൽ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് നന്മയും സമാധാനവും നമ്മൾ നന്മയും സമാധാനവും അനുഭവിച്ച് ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇന്ന് അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് കർത്താവിനോട് അപ്രോച്ച് ചെയ്യാൻ ഭയങ്കര സന്തോഷമായിരിക്കും. എന്നിട്ട് പറയാം, യഹോവ എല്ലാവർക്കും നല്ലവനാണ്. ആമേൻ. യഹോവ എല്ലാവർക്കും നല്ലവനാണ്. ദൈവത്തിൻ്റെ നന്മ ചിലർക്ക് മാത്രമുള്ളവരല്ല, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും കൊടുപ്പാൻ അവൻ സമ്പന്നൻ എന്ന ആമേൻ ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്നത്. അവനിലേക്ക് വിശ്വാസത്തോടെ വരുന്ന എല്ലാവർക്കും അവൻ്റെ നന്മ അനുഭവിക്കാം. ഇന്ന് നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ദൈവത്തിൻ്റെ നന്മ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. എത്ര പ്രശ്നത്തിനകത്താണെങ്കിലും, എത്ര പ്രതികൂലത്തിനകത്താണെങ്കിലും അതിനകത്തും നമ്മളെ രക്ഷിക്കുവാൻ കർത്താവിൻ്റെ നന്മയ്ക്ക് കഴിയും. ആമേൻ. ദൈവത്തിൻ്റെ സ്വഭാവം ശരിയായി നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഭയം മാറി നമുക്ക് വിശ്വാസം വളരും. പ്രാർത്ഥനയ്ക്ക് നമുക്ക് ധൈര്യം ലഭിക്കും. ദൈവത്തോട് കൂടുതൽ അടുത്ത് നടക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ കരുണയും നന്മയും ജീവിതത്തിൽ അനുഭവിക്കുവാൻ ആരംഭിക്കും. വിടുതലുകളും അനുഗ്രഹങ്ങളും പ്രത്യാശയും നമ്മുടെ അനുഭവമായി മാറും. പലപ്പോഴും ഈ മക്കൾ പോലും ദൈവത്തെ അറിയുന്നത് ഒരു ന്യായാധിപതിയായിട്ടും കോപിക്കുന്ന ദൈവമായിട്ടും ഒക്കെയാണ്. പക്ഷേ വേദപുസ്തകം പറയുന്നു, അവൻ കൃപയും കരുണയുമുള്ള ദൈവമാണ്, തൻ്റെ മക്കളെ സ്നേഹിക്കുന്നവനാണ്. എഫേസ്യർ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്താൽ നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ രക്ഷിച്ചു, നമ്മളെ സ്നേഹിച്ചു. അതുകൊണ്ട് ഇന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ ദൈവം സ്നേഹനിധിയാണ്. നമ്മുടെ അപ്പ മഹാദയുള്ളവനാണ്, കരുണയുള്ളവനാണ്. എല്ലാവർക്കും നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള അപ്പയാണ് നമ്മുടെ അപ്പ. ആ അപ്പനെയാണ് നമ്മൾ ദൈവമേ എന്ന് വിളിക്കുന്നത്, അപ്പ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായി കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഏതു വിഷയത്തിലും അവൻ പരിഹാരം തരുവാൻ മതിയായവനാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് അങ്ങയുടെ വചനത്തിലൂടെ അങ്ങേ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനായിട്ട് സ്തോത്രം. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. കർത്താവേ, ഹല്ലേലൂയ. അങ്ങ് കൃപയും കരുണയും ദയയും ഉള്ള പിതാവാകിയാൽ സ്തോത്രം. ആമേൻ. അത് തിരിച്ചറിയുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം.
ഹല്ലേലൂയ, അങ്ങയോട് കൂടുതൽ അടുത്ത് ജീവിപ്പാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കൃപ തന്നാട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൻ്റെ സ്വഭാവം നമ്മൾ തിരിച്ചറിയും തോറും നമുക്ക് കർത്താവിനോട് കൂടുതൽ അടുത്ത് ജീവിക്കാൻ സാധിക്കും. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തിപ്പറ, കർത്താവിൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. കരമുയർത്തി ഒന്നുകൂടെ പറയാം, നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.